ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത്, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും അപകടകരമായ ആയുധമെന്ന് പറയുന്നത് അടുക്കളയിലെ കത്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂളോ ഒന്നുമല്ല. ഓ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലാണ്. പലരും വിചാരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ എന്നൊക്കെയാകും. അതെ അതെ, പക്ഷേ സത്യമതല്ല. ആ ആയുധം നിങ്ങളുടെ വാഹനത്തിന്റെ താക്കോലാണ്. കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നാം, അല്ലേ? സത്യം. വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദിവസവും എടുക്കുന്ന ഒരു സാധനം. കറക്റ്റ്. അതിലും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ആ ആയുധം ഒരു വലിയ അപകടമായി മാറാതിരിക്കാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വ്യക്തി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഒന്നുമല്ല. പിന്നെ ആരാണ്? അത് നിങ്ങളെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ സാക്ഷാൽ നിങ്ങ തന്നെയോ ആണ്. സാധാരണയായി നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ താക്കോലെടുക്കുന്നു, വാതിലടയ്ക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ യാന്ത്രികമായൊരു പരിപാടി. ഒരു മസിൽ മെമ്മറി പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതെ, ആ ശീലങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ടൈം ബോംബുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ആ സ്ഥിരം ബോറൻ ഉപദേശങ്ങൾ നൽകലല്ല കേട്ടോ. അതൊരു ആശ്വാസമാണ്. ആർക്കും ആ പഴയ ക്ലാസുകൾ കേൾക്കാൻ താൽപ്പര്യമില്ല. അതെ അതെ, ഇത് സയ്യിദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർ ഘർ സേ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ 8ാമത്തെ അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള വളരെ രസകരമായൊരു ഡീപ്പ് ഡൈവാണ്. നല്ലൊരു ടോപ്പിക്കാണ്. ഇതിലെ ആ ഒരു പ്രധാന മുദ്രാവാക്യം തന്നെ വളരെ പവർഫുള്ളാണ്. നമുക്ക് പ്രിയപ്പെട്ടവർ അടുത്ത റോഡ് അപകടത്തിലെ ഇരയാകാതിരിക്കട്ടെ എന്നതാണിതിന്റെ അടിസ്ഥാനം. നിങ്ങൾ ദിവസവും റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന സിഗ്നൽ തെറ്റിക്കലുകളും ഹെൽമറ്റ് ഇല്ലാത്ത യാത്രകളും ഒന്ന് ഓർത്തു നോക്കൂ. ഇന്ന് ഈ ചർച്ച കഴിയുമ്പോൾ ആ കാഴ്ചകളോടുള്ള നിങ്ങളുടെ മനോഭാവം പൂർണ്ണമായും മാറിയിരിക്കും. കറക്റ്റ്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനുഷ്യർക്ക് പൊതുവേ ഉള്ളൊരു ചിന്താഗതിയുണ്ടല്ലോ. ദുരന്തങ്ങൾ എപ്പോഴും മറ്റാർക്കോ സംഭവിക്കുന്ന ഒന്നാണെന്നല്ലേ? അതെ, കൃത്യമായിട്ട് അത് തന്നെ. നമ്മൾ ന്യൂസിലൊരു ആക്സിഡന്റ് വാർത്ത കാണുമ്പോൾ അയ്യോ കഷ്ടം എന്ന് പറയും. അടുത്ത നിമിഷം അത് മറക്കും. കാര്യങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടുപടിക്കൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ കൈവിട്ടു പോകുമ്പോഴോ മാത്രമാണ് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ശരിയാ, ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും അപ്പോ. ഈ പുസ്തകത്തിന്റെ ഈ 8ാം അധ്യായം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കൃത്യമായ ആശയം അതാണ്. റോഡ് സുരക്ഷ എന്നത് ഗവൺമെന്റ് കോടികൾ മുടക്കി ചെയ്യേണ്ട ഒരു ക്യാമ്പയിൻ മാത്രമല്ല. അത് നിങ്ങളുടെ വീടിന്റെ സിക്കൌട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഡ്രോയിങ് റൂമിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഈ അധ്യായത്തിന്റെ പേര് തന്നെ ഹർ ഘർ സേ ഏക് സൈനിക് എന്നാണ്. അതായത് ഓരോ വീട്ടിൽ നിന്നും ഒരു സൈനികൻ. അതെ, പട്ടാളക്കാരന്റെ ചിത്രമാണ്. പക്ഷെ ഈ പുസ്തകത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരർത്ഥത്തിലാണ്. ഇവിടെ തോക്കില്ല, യൂണിഫോമില്ല, ശത്രുക്കളുമില്ല. അപ്പോ ആരാണ് ശരിക്കും ഈ സൈനിക്? ഇവിടെ സൈനിക് അതിർത്തി കാക്കുന്ന ആളല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിലെയും തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിലെയും മനുഷ്യജീവനുകൾ സംരക്ഷിക്കാൻ തീരുമാനിച്ച സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും. അതെ അതെ, അത് നിങ്ങളാകാം, ഞാനാകാം. സ്വന്തം വീട്ടിലെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു റോഡ് സംരക്ഷകൻ. അതിർത്തിയിലൊരു പട്ടാളക്കാരൻ എങ്ങനെയാണോ രാജ്യത്തെ സംരക്ഷിക്കുന്നത്, അതേ പ്രതിബദ്ധതയോടെ തന്റെ കുടുംബത്തെ റോഡിലെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആളാണ് ഈ സൈനിക്. ഒരു ആയുധവുമില്ലാതെ. കറക്റ്റ്. അതിനു വേണ്ടത് ആയുധങ്ങളല്ല, വ്യക്തമായ തീരുമാനങ്ങളും കുറച്ചുത്തരവാദിത്വവുമാണ്. ഒരു സൈനികനൊരിക്കലും തന്റെ ഡ്യൂട്ടിയിൽ നിന്ന് അവധിയെടുക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ്. ഇതൊരു ഭയങ്കര രസകരമായ കൺസെപ്റ്റാണ്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് ഹീറോയിസം എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണുന്ന പോലെ എന്തെങ്കിലും വലിയ സാഹസികത കാണിച്ച് സ്വന്തം ജീവൻ പണയം വെച്ച് ആരെങ്കിലും തീയിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ രക്ഷിക്കുന്നതാണെന്നാണ്. അതെ, ആ ഒരു സിനിമാറ്റിക് ഫീൽ. ശരിയാ. പക്ഷേ യഥാർത്ഥ ഹീറോയിസം എന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ വളരെ ബോറിംഗ് എന്ന് തോന്നാവുന്ന ചെറിയ ശീലങ്ങൾ മാറ്റുന്നതല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ ഗാങ്ങിൽ എപ്പോഴും ഒരു പഴയ സുഹൃത്തുണ്ടാകും. ആ ഉത്തരവാദിത്തമുള്ള സുഹൃത്ത്. അതെ അതെ. യാത്ര പോകുമ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്ന് 2 തവണ ചോദിക്കുന്ന, വണ്ടി കുറച്ച് സ്പീഡ് കൂടിയാൽ പതുക്കെ പോ എന്നു പറയുന്ന ഒരാൾ. ബാക്കിയുള്ളവരെ ചിലപ്പോൾ അയാളെ കളിയാക്കും. പക്ഷേ ആ സുഹൃത്തിനെ പോലെയല്ലേ ഈ പറയുന്ന യഥാർത്ഥ സൈനിക്? 100% ആ സുഹൃത്ത് തന്നെയാണ് സൈനിക്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ ചിത്രമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രവൃത്തികളെ നമ്മൾ ഹീറോയിസം എന്ന് വിളിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം
അതൊരു ജീവൻ രക്ഷിക്കലാണ്. അതെ, പക്ഷെ ഒരു ജീവൻ റോഡിൽ പൊലിയുമ്പോൾ അവിടെ മരിക്കുന്നത് ആ ഒരു വ്യക്തി മാത്രമല്ല. ആ വ്യക്തിയെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാവിയുമാണ് അവിടെ ഇല്ലാതാകുന്നത്. സത്യം, അത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കളുടെ ചികിത്സ, പങ്കാളിയുടെ ജീവിതം എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിയുന്നു. യാത്ര തുടങ്ങും മുൻപ് ഹെൽമറ്റ് വെക്കുക, സ്മാർട്ട് ഫോൺ മാറ്റിവെക്കുക, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളൊരു അപകടം ഒഴിവാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളൊരു കുടുംബത്തെ തലമുറകളോളം നീണ്ടുനിൽക്കാവുന്ന വലിയൊരു ട്രോമയിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നുമാണ് രക്ഷിക്കുന്നത്. വാവ്, അതൊരു വലിയ കാര്യമാണ്. അതെ, ഒരു കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നത് ഒരു രാജ്യത്തെ ശക്തമാക്കുന്നതിന് തുല്യമല്ലേ? അതാണ് യഥാർത്ഥ രാജ്യസേവനം. അത് ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. വെറുമൊരു ഹെൽമറ്റ് വെക്കുന്നതിനെ രാജ്യസേവനമായി കാണാൻ തുടങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക മൂല്യം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് എന്തിനാണ്? ഭൂരിഭാഗം പേരും റോഡിൽ പോലീസുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ആ AI ക്യാമറയുണ്ടോ എന്ന് നോക്കും. നമ്മൾ സുരക്ഷ നോക്കുന്നത് നമ്മുടെ ജീവന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ പേഴ്സിലെ കാശ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. കറക്റ്റ്. അവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. പോലീസിനെയോ ക്യാമറയോ ഭയന്ന് മാത്രം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആ ഒരു അവസ്ഥയെ കംപ്ലയൻസ് എന്ന് വിളിക്കാം. അതായത് വെറുതെ നിയമം അനുസരിക്കൽ. അതെ, നിയമം പേടിച്ചനുസരിക്കൽ. ശരി. ഇതൊരു വലിയ മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. കാരണം പുറത്തുനിന്നുള്ളൊരു ഭയം കാരണമാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ ആ ഭയം ഇല്ലാതാകുന്ന നിമിഷം നമ്മൾ ആ പ്രവൃത്തിയും അവസാനിപ്പിക്കും. ശരിയാ. ക്യാമറ കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്പീഡാണ്. അതെ അതെ. AI ക്യാമറകൾ ഇല്ലാത്ത ഇടവഴികളിലോ അല്ലെങ്കിൽ രാത്രി വൈകിയോ വണ്ടി ഓടിക്കുമ്പോൾ പലരും സീറ്റ് ബെൽറ്റ് ഊരിയിടുകയോ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ കാണിക്കുന്ന സുരക്ഷ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൽ നിന്നോ പോലീസിൽ നിന്നോ തൽക്കാലത്തേക്ക് വാടകയ്ക്കെടുക്കുന്നൊരു സാധനമല്ലേ? ഒരു തരം വാടക സുരക്ഷ. വാടക സുരക്ഷ, നല്ലൊരു പ്രയോഗമാണത്. അല്ലേ? ഒരു വീട് വാടകയ്ക്കെടുക്കുന്നത് പോലെ മാസാമാസം നമ്മൾ വാടക കൊടുക്കുന്നു. എന്നുവെച്ചാൽ ഫൈൻ അടയ്ക്കാതിരിക്കാൻ നമ്മൾ നിയമം പാലിക്കുന്നു. പക്ഷെ സ്വന്തം വീടാവുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന ഒരു സമാധാനവും ഫ്രീഡവുമുണ്ട്. ശരിയാ. ക്യാമറ ഇല്ലാത്ത രാത്രികളിൽ നമ്മൾ വാടകയ്ക്കെടുത്ത ആ സുരക്ഷ തിരികെ കൊടുത്തിട്ട് നമ്മൾ പഴയപടിയാവുന്നു. ഈ വാടക സുരക്ഷ നമ്മുടെ തലച്ചോറിന് ഭയങ്കര സ്ട്രെസ് നൽകുന്ന ഒന്നല്ലേ? എപ്പോഴും റിയർ വ്യൂ മിററിൽ നോക്കുക, എവിടെയെങ്കിലും ക്യാമറയുണ്ടോയെന്ന് നോക്കുക. അതെ, ഈ വാടക സുരക്ഷ എന്ന വാക്ക് ഇതിനെ വളരെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഈ വാടക സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഡ്രൈവിംഗിലെ ശ്രദ്ധ മുഴുവൻ നശിപ്പിക്കുന്നു എന്നതാണ്. എന്നുവെച്ചാൽ അതായത് നമ്മുടെ മെന്റൽ ബാൻഡ്വിഡ്ത്ത് മുഴുവൻ ഈ പോലീസ് എവിടെയാണ്, ക്യാമറ എവിടെയാണ് എന്ന് സ്കാൻ ചെയ്യാനാണ് ചെലവാക്കുന്നത്. റോഡിലല്ല ശ്രദ്ധ. ഈ പുസ്തകം പറയുന്ന പ്രധാന പോയിന്റ് അതാണ്. നമ്മൾ ഈ കംപ്ലയൻസിൽ നിന്നും ക്യാരക്ടറിലേക്ക് മാറണം. ക്യാരക്ടറിലേക്ക്? അതെ. അതായത് നമ്മുടെ സ്വന്തം സ്വഭാവത്തിലേക്ക്. അതെ. നിയമം ഭയക്കുന്ന അവസ്ഥയിൽ നിന്നും സ്വന്തം വ്യക്തിത്വത്തിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടുവരണം. ഒരു യഥാർത്ഥ സൈനിക് സുരക്ഷയെ വെറുമൊരു നിയമമായിട്ടല്ല കാണുന്നത്. അത് അവരുടെ മസിൽ മെമ്മറിയുടെ ഭാഗമായിരിക്കും. വണ്ടിയിൽ കയറിയാൽ അറിയാതെ തന്നെ കൈ സീറ്റ് ബെൽറ്റിലേക്ക് പോകുന്ന ഒരു ശീലം. എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി അവർ ചെയ്യുന്നത് സ്വന്തം ജീവനോടുള്ള സ്നേഹം കൊണ്ടാകണം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു സംശയം, നമ്മൾ എങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് മാറുക? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരാളോട് പോയി നീ ക്യാരക്ടർ മാറ്റൂന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നല്ലല്ലോ അത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ മാറ്റം എങ്ങനെയാണ് പ്രായോഗികമായി സംഭവിക്കുന്നത്? അവിടെയാണ് പുസ്തകത്തിൽ പറയുന്നൊരനുഭവകഥ പ്രസക്തമാകുന്നത്. അതായത് സ്നേഹത്തിലൂടെയും ചെറിയൊരു ഷാഠ്യത്തിലൂടെയും എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റാം എന്നത്. ഓക്കേ, എന്താണാ കഥ? ദിവസവും ജോലിക്ക് പോകുമ്പോൾ ഹെൽമറ്റ് വെക്കാതെ പോകുന്ന ഒരു ഭർത്താവ്. ഭാര്യ എപ്പോഴും പറയും ഹെൽമറ്റ് വെക്കാൻ, പക്ഷെ പുള്ളി അത് കേൾക്കില്ല. ഒരു തരം ഈഗോ. അവസാനം ഭാര്യ എന്തു ചെയ്തുന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള ഉച്ചഭക്ഷണം, അതായത് ചോറ്റുപാത്രം, കൊടുക്കാതിരിക്കാൻ തീരുമാനിച്ചു. ചോറ്റുപാത്രം കൊടുത്തില്ലേ? അതെ. ഹെൽമെറ്റ് എടുത്തു വെച്ചാൽ മാത്രമേ ചോറ്റുപാത്രം നൽകൂ എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. ഒരു മിനിറ്റ്. ഈ ടിഫിൻ ബോക്സ് കൊടുക്കാതിരിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ടെൻഷനടിച്ച് നിൽക്കുന്ന ഭർത്താവിനോട് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ചോറില്ലാന്ന് പറഞ്ഞാൽ അതൊരു വലിയ വഴക്കിലേക്കല്ലേ പോവുക? സ്വാഭാവികമായും അങ്ങനെ തോന്നും.
എന്നാൽ പിന്നെ എനിക്ക് നിന്റെ ചോറ് വേണ്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ദേഷ്യപ്പെട്ട് വണ്ടിയോടിച്ചു പോയാൽ അത് കൂടുതൽ അപകടമല്ലേ? വെറുതെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്നെനിക്ക് തോന്നുന്നു. ഇതെങ്ങനെയാണ് പോസിറ്റീവായി വർക്ക് ചെയ്യുക? അതൊരു വളരെ പ്രാക്ടിക്കലായ ചോദ്യമാണ്. ഭാര്യ വെറുതെ ദേഷ്യപ്പെട്ട് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ അത് വഴക്കിലേ അവസാനിക്കൂ. പക്ഷേ ഇവിടെ ഭാര്യ ഉപയോഗിച്ച മനഃശാസ്ത്രം അതല്ല. പിന്നെന്തായിരുന്നു? അത് വെറുമൊരു ശാസനയോ അധികാരപ്രയോഗമോ ആയിരുന്നില്ല. പകരം വളരെ വികാരപരമായ വൾണറബിലിറ്റിയുള്ള ഒരു അപ്രോച്ചായിരുന്നു അത്. എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. വൈകുന്നേരം നിങ്ങൾ ഈ വീട്ടിലേക്ക് സുരക്ഷിതനായി തിരിച്ചു വരണമെന്നത് എന്റെ ആവശ്യമാണ്. ഓഹ്, ആ ഒരു ആംഗിളില്. ആ ചോറ്റുപാത്രം കൊടുക്കാതിരുന്നതിന് പിന്നിലുണ്ടായിരുന്നത്. ശരിയാ. അങ്ങനെ പറയുമ്പോൾ ആർക്കും ദേഷ്യം വരില്ല. കറക്റ്റ്. ഒരാള് നമ്മളോട് സ്വന്തം സുരക്ഷയെ കരുതി ഇത്രയും ആത്മാർത്ഥമായ ഒരു കാര്യം പറയുമ്പോൾ അവിടെ എത്ര വലിയ ഈഗോ ആണെങ്കിലും അത് അലിഞ്ഞില്ലാതാവും. അവിടെ ഹെൽമെറ്റ് വെക്കുക എന്നത് ഭർത്താവിനൊരു തോൽവിയല്ല, മറിച്ച് തന്റെ കുടുംബത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയായി മാറുകയാണ്. വാവ്, അവിടെ ആ ഭാര്യയാണ് അവരുടെ വീട്ടിലെ യഥാർത്ഥ സൈനിക്. കൃത്യമായി പറഞ്ഞു. അവരാണ് ആ വീട്ടിലെ സൈനിക്. ഓക്കേ, അതെനിക്ക് മനസ്സിലായി. സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ബൗണ്ടറി സെറ്റിംഗ്. അങ്ങനെ നോക്കുമ്പോൾ ആ വീട്ടിൽ മാറ്റം വന്നു. പക്ഷേ എന്റെ അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, ഫൈൻ, ആ വീട്ടിലെ ഭർത്താവ് ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയ ഒരു സമൂഹത്തിലാണ്. ഒരൊറ്റ വ്യക്തിയുടെ ഇത്തരം ചെറിയ മാറ്റങ്ങൾ ശരിക്കും ഒരു വലിയ ട്രാഫിക് കൾച്ചറിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? ഉറപ്പായും കൊണ്ടുവരും. ഒരാൾ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ മാറുമോ? ഇത് കേൾക്കുമ്പോൾ വളരെ ഐഡിയലിസ്റ്റിക്കായ, പ്രായോഗികമല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം. പക്ഷേ ഇവിടെ നമ്മൾ മനുഷ്യരുടെ പരിണാമത്തെയും മനഃശാസ്ത്രത്തെയും കുറിച്ച് കുറച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് പുസ്തകത്തിൽ പറയുന്ന മാറ്റത്തിന്റെ വൃത്തങ്ങൾ അഥവാ കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് ചേഞ്ച് എന്ന ആശയം വരുന്നത്. ഈ വൃത്തങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യർ അടിസ്ഥാനപരമായി ട്രൈബലായ ജീവികളാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുകയും അറിയാതെ തന്നെ അത് കോപ്പിയടിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിനെ സൈക്കോളജിയിൽ സോഷ്യൽ പ്രൂഫ് എന്ന് വിളിക്കും. മറ്റുള്ളവരെ നോക്കി പഠിക്കുന്നത്. അതെ. ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയതുകൊണ്ട് മാത്രം ഒറ്റയടിക്ക് മാറ്റം വരില്ല. മാറ്റം തുടങ്ങുന്നത് ആ വ്യക്തിയിൽ നിന്നാണ്. അത് വെള്ളത്തിലൊരു കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ പോലെ ചുറ്റുമുള്ളവരിലേക്ക് പടരും. നിങ്ങൾ വിചാരിക്കുക, ഈ പറഞ്ഞ ഭർത്താവ് പിറ്റേന്നു മുതൽ കൃത്യമായി ഹെൽമെറ്റ് വെച്ച് ജോലിക്ക് പോകുന്നു. ആ അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ഉള്ള മറ്റൊരാള് ദിവസവും ഇത് കാണുകയാണ്. ശരിയാണ്. നമ്മൾ ചുറ്റുമുള്ളവരെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതെ. അതുപോലെ രാത്രി 11 മണിക്ക് ആരുമില്ലാത്ത സിഗ്നലിൽ ഒരാൾ റെഡ് ലൈറ്റ് കണ്ട് വണ്ടി നിർത്തി കാത്തിരിക്കുന്നത് കാണുമ്പോൾ സിഗ്നൽ തെറ്റിക്കാൻ വരുന്ന രണ്ടാമതൊരാൾക്ക് അറിയാതെ തന്നെ ഒരു ചമ്മലോ അല്ലെങ്കിൽ കുറ്റബോധമോ ഉണ്ടാകും. സത്യം. അങ്ങനെ പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കണ്ടോ? അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പിടിക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ എപ്പോഴും സുരക്ഷിതമായി വണ്ടി ഓടിക്കുന്ന ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവർക്കും തോന്നും ഇതാണ് ശരിയായ രീതിയെന്ന്. അവിടെ വ്യക്തിയിൽ നിന്നും സമൂഹത്തിലേക്ക് മാറ്റത്തിന്റെ രണ്ടാമത്തെ വൃത്തം രൂപപ്പെട്ടു. ഓ, അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണല്ലേ? അതെ. ജോലിസ്ഥലത്ത് ഒരു സഹപ്രവർത്തകൻ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി വെക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവരും അത് ശീലമാക്കും. ഇതാണ് പതുക്കെ സമൂഹത്തിലേക്ക് പടരുന്ന മാറ്റം. ഈ പ്രക്രിയയ്ക്ക് വലിയ സ്പീഡുണ്ടാകില്ല, പക്ഷെ ഇത് പെർമനന്റ് ആയിരിക്കും. കാരണം ഇത് വാടകയ്ക്കെടുത്ത സുരക്ഷയല്ല. എന്നുവെച്ചാൽ നാം സ്വയം മാറുന്നതിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ സ്വാധീനിക്കുന്നു. എനിക്ക് ആ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആകാൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആവശ്യമില്ല. റോഡിലെ നമ്മുടെ നല്ല ശീലങ്ങൾ മാത്രം മതി. കൃത്യം. പുസ്തകം ഇതിന് പല വൃത്തങ്ങളായി തിരിക്കുന്നുണ്ടല്ലോ. വീട്, പ്രദേശം, ജോലിസ്ഥലം. ഇതിൽ വേറൊരു സർക്കിൾ കൂടി പറയുന്നുണ്ടല്ലോ, ആ ഡിജിറ്റൽ ലോകം. അതെന്താണ്? സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണ് ഈ സൈനികൻ വർക്ക് ചെയ്യുന്നത്? അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം. നമ്മൾ ദിവസവും ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ പല വീഡിയോകളും കാണാറില്ലേ? ചെറുപ്പക്കാർ വളരെ അപകടകരമായ ബൈക്ക് ഓടിക്കുന്നതോ കാർ റേസിംഗ് നടത്തുന്നതോ ആയ റീൽസുകൾ. ഓഹ്, ഇഷ്ടം പോലെയുണ്ട്. പലരും അതിന് താഴെ ആ ഫയർ ഇമോജികൾ ഇടുകയും മാസ്, ഹീറോ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതൊരു എക്കോ ചേംബറായി മാറുകയാണ്. അവിടെയാണ് നമ്മുടെ ഡിജിറ്റൽ സൈനികന്റെ റോള്.
അപ്പൊ ഈ സൈനിക് പോയി അവരോട് വഴക്കിടുവോ? ഇല്ലില്ല. ആ വീഡിയോ കാണുന്ന സൈനിക് അതിന് താഴെ പോയി വലിയ ഉപദേശങ്ങൾ നൽകാനോ തെറി വിളിക്കാനോ നിൽക്കില്ല. പകരം വളരെ കൃത്യമായി ബ്രോ, ഈ കുറച്ച് ലൈക്കുകളെക്കാളും ഫോളോവേഴ്സിനേക്കാളും എത്രയോ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ജീവൻ. വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരോട് ഈ സാഹസികത കാണിക്കരുത് എന്ന് വളരെ പോസിറ്റീവായ ഒരു കമന്റ് ഇടുന്നു. അപ്പോ അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർ ഫയർ ഇമോജി ഇട്ടോണ്ടിരിക്കുന്നതിനിടയിൽ ഈയൊരു കമന്റ് വരുമ്പോൾ ആ വീഡിയോ കാണുന്ന മറ്റ് സാധാരണക്കാരായ പ്രേക്ഷകർ പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങും, അല്ലേ? കൃത്യമായി. അതിനെ ഡിജിറ്റൽ സ്പേസിലെ ബൈസ്റ്റാൻഡർ എഫക്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയും. ആ ഒറ്റ കമന്റ് അവിടെയുള്ള സംസാരത്തിന്റെ രീതിയെ തന്നെ മാറ്റും. ആ വീഡിയോ ചെയ്ത ആൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പുള്ളിക്ക് ചിലപ്പോൾ ഈഗോ ഹർട്ടാവും. അതെ. പക്ഷെ ആ വീഡിയോ കാണുന്ന മറ്റു 100 കുട്ടികളെങ്കിലും ചിന്തിക്കും, ഇതത്ര വലിയ ഹീറോയിസം ഒന്നുമല്ല, വെറും വിഡ്ഢിത്തമാണ് എന്ന്. അനാവശ്യമായൊരു വഴക്കിനോ ക്ലാസ് എടുക്കാനോ പോകാതെ ഒരൊറ്റ വാചകത്തിലൂടെ മറ്റുള്ളവരിൽ ഒരു തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക. അത് ഭയങ്കര പവർഫുൾ ആണ്. അതാണ് ഡിജിറ്റൽ വൃത്തത്തിലെ മാറ്റം. ആരും അറിയാതെ നിശബ്ദമായി ഒരു വലിയ മാറ്റം സമൂഹത്തിലുണ്ടായി വരും. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് വാചാലരാവുകയും എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മറന്നുപോവുകയും ചെയ്യാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും സർക്കാരിനെ കുറ്റം പറയും, റോഡ് ശരിയല്ല, ലൈറ്റില്ല എന്ന് പറയും. അത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ. അതെ, അതെല്ലാം ശരിയായിരിക്കാം, അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം. പക്ഷെ സ്വന്തം നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് തന്നെയാണ് ഇതിലെ കാതലായ പ്രശ്നം. നമ്മൾ എപ്പോഴും പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നു. പുറത്തുള്ള സംവിധാനങ്ങൾ മാറുന്നതിനായി കാത്തിരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം സ്വഭാവം മാറ്റാൻ കഴിയും. ശരിയാ. കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന സുരക്ഷാ ക്യാമ്പയിനുകൾക്ക് ചെയ്യാൻ കഴിയാത്ത മാറ്റം ഒരച്ഛൻ തന്റെ മക്കളുടെ മുന്നിൽ വെച്ച് കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. സത്യം. കുട്ടികൾ എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അതെ. ആ അച്ഛൻ അവിടെ ആ കുട്ടികളുടെ ഭാവിയിലേക്കുള്ള സുരക്ഷയാണ് ഉറപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, റോഡ് സുരക്ഷ എന്നത് സർക്കാരിന്റെയോ പോലീസിന്റെയോ മാത്രം തലയിൽ കെട്ടിവെച്ച് നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് തുടങ്ങേണ്ടത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ്. കറക്റ്റ്. പോലീസിനെ പേടിച്ച് ഫൈനടക്കാതിരിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ വാടക സുരക്ഷ നമുക്ക് ആവശ്യമില്ല. ക്യാമറ കഴിഞ്ഞ് തിരികെ കൊടുക്കാൻ പാകത്തിലുള്ള ഒരു താൽക്കാലിക സമാധാനമല്ല നമുക്ക് വേണ്ടത്. സുരക്ഷ എന്നത് നമ്മുടെ ക്യാരക്ടറായി മാറണം, നമ്മുടെ സ്വന്തം വ്യക്തിത്വമായി മാറണം. അതെ. അതുപോലെ തന്നെ ഹീറോയിസം എന്നത് സിനിമയിൽ മാത്രം കാണുന്ന ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപകടകരമായി വണ്ടി ഓടിക്കുന്നതല്ല ഹീറോയിസം. സ്പീഡ് കൂട്ടലല്ല ഹീറോയിസം. അതെ. ദിവസവും രാവിലെ എഴുന്നേറ്റ് സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കി ട്രാഫിക് നിയമങ്ങൾ ഒരു മടുപ്പുമില്ലാതെ പാലിച്ച് വൈകുന്നേരം കൃത്യമായി വീട്ടിൽ സ്വന്തം ആളുകളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന ആ സാധാരണക്കാരനാണ് യഥാർത്ഥ ഹീറോ. ശരിക്കും. ആ സൈനിക് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എവിടെയോ ഉണ്ട്. ചിലപ്പോഴതൊരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തോടെ ചോറ്റുപാത്രം തടഞ്ഞുവെക്കുന്ന പങ്കാളിയാകാം. ആ സൈനികനെ നമ്മൾ തിരിച്ചറിയണം. ആ റോളിലേക്ക് നമ്മൾ മാറണം. ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ആ മാറ്റം പിന്നീട് നിങ്ങളുടെ സമൂഹത്തിലേക്കും ഡിജിറ്റൽ ലോകത്തേക്കും ഒരു തിരമാല പോലെ പടരും. ആ തിരമാലയുടെ ശക്തി അപാരമായിരിക്കും. അപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോഴെപ്പോഴും കേൾക്കുന്നത് ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ചാണല്ലോ. AI, സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ. അതെ അതെ. ഭാവിയിലൊരു പക്ഷേ ഡ്രൈവിംഗ് പൂർണ്ണമായും മനുഷ്യരിൽ നിന്നും മാറി മെഷീനുകൾ ഏറ്റെടുക്കുന്നൊരു കാലം വന്നേക്കാം. മനുഷ്യർക്ക് തെറ്റുപറ്റാം, എന്നാൽ മെഷീനുകൾക്ക് തെറ്റുപറ്റില്ല എന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയൊരു കാലത്ത് ആരായിരിക്കും ഈ പറയുന്ന സൈനിക്? അതൊരു നല്ല ചോദ്യമാണ്. ആ വണ്ടിയുടെ AI അൽഗോരിതം കോഡ് ചെയ്യുന്ന പ്രോഗ്രാമർ ആയിരിക്കുമോ? അതോ ആ സെൻസറുകളായിരിക്കുമോ? അതെന്തായാലും അങ്ങനൊരു ഭാവി ടെക്നോളജി പൂർണ്ണമായും നമ്മുടെ നിരത്തുകളിൽ വരുന്നതുവരെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവൻ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കാൻ പോകുന്ന ആ അൾട്ടിമേറ്റ് അൽഗോരിതം എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ക്യാരക്ടർ മാത്രമാണ്, നിങ്ങളുടെ ചിന്താഗതി മാത്രമാണ്. ആ ഒരു ഉത്തരവാദിത്വത്തോടെ നാളത്തെ നിങ്ങളുടെ യാത്ര തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായും. ആ ചോദ്യം കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.
സയ്യിദ് അബ്ദുൽ ഹക്കീമിന്റെ ഹർഘർ സെ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ വളരെ അർത്ഥവത്തായ ആശയങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കി. ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും സ്വന്തം ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായതിനും നിങ്ങൾക്ക് വലിയൊരു നന്ദി. ഓർക്കുക, നിങ്ങളിനി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വാടകയ്ക്കെടുത്ത സുരക്ഷയുമായിട്ടല്ല പോകുന്നത്, സ്വന്തം ക്യാരക്ടറുമായിട്ടാണ്. സുരക്ഷിതരായിരിക്കുക. താങ്ക് യു.